വിജയന് വേണ്ടി ശ്രീ ടി പി ജയചന്ദ്രൻ, ഈ അന്വേഷണമൊക്കെ ശരി തന്നെ, പക്ഷേ ഈ അന്വേഷണത്തിന്റെ ദിശ മാറും എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ തുടർച്ചയായി വരികയാണ് കേട്ടോ. അത് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഇവിടെ തന്നെ ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബംഗളൂരുവിൽ നിന്ന് കൃത്യമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ED അന്വേഷണമോ CBI അന്വേഷണമോ ആവാമെന്ന്. അതിലേക്ക് പോയില്ല. അതിന് പകരമായിട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം തുടരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ROC അന്വേഷണം എന്ന് പറയുന്നതും ഈ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണല്ലോ. ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷവും ഒരു 4 മാസത്തേക്ക് ഒരു സമിതിയെ വെച്ച് അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ട് CBIക്ക് വിടുന്നില്ല, എന്തുകൊണ്ട് EDക്ക് വിടുന്നില്ല എന്ന ചോദ്യം ഉയരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPMുമായി വിലപേശുവാനുള്ള ഒരു തന്ത്രമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് തരില്ല കേട്ടോ. ഇത്രയും വലിയൊരു നിയമലംഘനം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കണ്ടെത്തിയിട്ടും ഒരു നടപടിയും ഇല്ലാതെ ഇത് അവസാനിപ്പിച്ചാൽ ഈ ഒത്തുകളി അത് തെളിയും. അല്ല, ഈ ആരോപണം ആരുടേതാണ്? ന്യൂസ് 18-ന്റേതാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടേതാണോ ഈ രാഷ്ട്രീയ ആരോപണം? താങ്കൾ കേൾക്കുന്നില്ലേ ഈ സംശയങ്ങൾ? കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് മുൻപ് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നിങ്ങൾ തന്നിരുന്നു. ഒരു ഒത്തുതീർപ്പും ഉണ്ടാവുകയില്ല എന്ന്. അതിലൊന്നും ഒരു അന്വേഷണ റിപ്പോർട്ടും കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അട്ടത്ത് വെക്കരുതെന്നാണ് പറഞ്ഞത്. ശരി മഞ്ജുഷ്, ഞാൻ അവിടത്തേക്ക് വരാം. ഇതെന്താണ് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം? ഒരുമിച്ച് കട്ടവർ കള്ളനെ പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ചില സമർത്ഥന്മാര് കള്ളനെ പിടിക്കാൻ ഓടുന്നവരുടെ കൂടി മറ്റുള്ളവരെ പിടി എന്ന് പറയുന്ന ചില കഥകൾ നാട്ടിലുണ്ട്. സത്യത്തിൽ ഇതിനിടയാക്കിയ പശ്ചാത്തലം എന്താണ്? നമുക്കറിയാം, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി നൽകിയ അവരുടെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട രേഖ അവർ പരിശോധിക്കും. ആ പരിശോധനയിൽ ഏതാണ്ട് 135 കോടി രൂപയുടെ അഴിമതി ആരോപണം, ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പുറത്തു വരുന്നു. അതില് കുറെ പണം ഒരു കമ്പനിക്ക് 1,72,00,000 രൂപ ഒരു കമ്പനിക്ക് നൽകുന്നു. KK, OC, RC, IK, PV എന്നുള്ള പേരിൽ കുറെ കണക്കുകൾ കാണുന്നു. മാധ്യമ പ്രവർത്തകന്മാർക്ക് കൊടുത്തതായിട്ടൊരു 19 കോടിയുടെ കണക്ക് കാണുന്നു. സ്വാഭാവികമായിട്ടും അവര് ആ കേസ് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന് വിടുന്നു. ബോർഡിന്റെ അന്വേഷണത്തിൽ ചില വസ്തുതകൾ കണ്ടെത്തുന്നു. ഇതിൽ ഒരു പക്ഷിയുടെ മാത്രമല്ല മഞ്ജുഷ ഇപ്പോഴത്തെ വേദന. ആരാണ് RC എന്ന് കണ്ടെത്തണ്ടേ? ആരാണ് OC എന്ന് കണ്ടെത്തണ്ടേ? ആരാണ് KK, ആരാണ് IK എന്നും ചോദ്യമില്ലേ? സ്വാഭാവികമായിട്ടും ഇരു കക്ഷികൾ തമ്മിൽ ചേർന്ന് അതൊരു രമ്യതയിൽ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിൽമെന്റിലെത്തി. ഞാൻ അറിഞ്ഞിടത്തോളവും ഞാൻ മനസ്സിലാക്കിയിടത്തോളവും ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുകൾ CBIക്ക് പോകും, ഇൻകം ടാക്സിന് നമ്മുടെ EDക്ക് പോകും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം റവന്യൂ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് പോകും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് പോകും, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പോകും. അത് എപ്പോഴാണ് പോകുന്നത്? സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കേസ് ഉണ്ടായാൽ അതിന് വിശദമായ അന്വേഷണങ്ങൾ വേണം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ അന്വേഷണം പോകുന്നത് എറണാകുളത്തെയും അങ്ങ് ബാംഗ്ലൂരിലെയും ROCയുടെ മുമ്പാകെ നിരവധി പരാതികൾ എത്തി. ഇവിടെ ആരെങ്കിലും പറയുന്ന മാതിരി ഒരു പരാതിയൊന്നുമല്ല. അവരതിന് പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയപ്പോൾ ഇന്ന് താങ്കൾ പറഞ്ഞ മാതിരിയില് അടിമുടി ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ട് എന്നും അവർക്ക് കിട്ടിയ പരാതി ഒരു കമ്പനിയെ കുറിച്ച്, പിണറായി വിജയന്റെ മകളുടെ കമ്പനിയെ കുറിച്ചാണ്. നേരത്തെ ഇൻകം ടാക്സ് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ വസ്തുതകളുമായി അത് സമരസപ്പെട്ടു പോകുന്നു, രണ്ടും ഒന്നാണ് എന്ന് കണ്ടെത്തി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് ചില്ലറക്കാരിയല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ്. കേരളത്തിലെ രാഷ്ട്രീയ കുടിയിളക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ചിദംബരത്തെ പോലെയോ നമ്മുടെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടതോ പല ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ടതോ ഒക്കെ പറയുന്ന രാഷ്ട്രീയ കുടിയിളക്കം ഉണ്ടാകുന്ന ഒരു കേസാണ്. ഓരോ പഴുതും ഓരോ സ്റ്റെപ്പും കൃത്യമായി വെച്ച് മാത്രമേ ഇത് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ ഒരു അന്വേഷണം. എതിരാളികൾക്ക് പറയാനുള്ളത് കേൾക്കണം, അവർക്ക് കിട്ടാനുള്ളത് കേൾക്കണം. അവർക്കെല്ലാവർക്കും നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് അവരുടെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇതിനകത്തേക്ക് ഇപ്പം എത്തിയിരിക്കുന്നത്, ഇപ്പൊ ഇതൊരു പുതിയ കക്ഷി കൂടി കടന്നു വന്നിരിക്കുന്നു. CMRLന്റെ ഭാഗമായിട്ട് KSIDCയുടെ പങ്കാണ്. അതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. അവർക്ക് അഴിമതിയിൽ പങ്കുണ്ടെങ്കിൽ അവിടെ CBIക്ക് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. സേവനമില്ലാതെ പറ്റിയ പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് നികുതി വെട്ടിപ്പ് അതിനകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്ടറേറ്റ് റവന്യൂ ഇന്റലിജൻസിന്റെ ഇതൊക്കെ ഇപ്പൊ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റിപ്പോർട്ടൊക്കെ വെളിയിൽ വന്നതുകൊണ്ട് പൊതുസമൂഹം മനസ്സിലാക്കി. ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു.
ഇതൊക്കെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ റിപ്പോർട്ടൊക്കെ അവിടെ പൊടിപിടിച്ചിരുന്നേനെ. ആ ഇന്ററിം സെറ്റിൽ മോഡിന്റെ ആ ഉത്തരവോടുകൂടി അത് CMRL പിഴയടച്ച് ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യും. കാരണം പിഴയടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളല്ലോ, അതിനപ്പുറത്തെ കാര്യങ്ങൾ പോവില്ല എന്ന്. ഇത് വെളിയിൽ വന്നതോടുകൂടി അവിടെ പരാതികൾ വന്നു. അല്ലെങ്കിൽ ഈ പരാതികൾ വരില്ലല്ലോ, പൊതുസമക്ഷം അറിഞ്ഞതുകൊണ്ടല്ലേ പരാതികൾ വന്നത്. അപ്പോൾ ആ ഒരു ഒത്തുതീർപ്പ് അവിടെ അവസാനിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ROCക്ക് അന്വേഷിക്കേണ്ടി വന്നത്. ഇതെല്ലാം ആരോപണമായി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മുൻപും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും കണ്ടില്ല. അതുകൊണ്ടാണ് ഈ ആശങ്ക വരുന്നത്. അങ്ങനെ ഒത്തുതീർപ്പ് ഉണ്ടാകരുത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും ഗുരുതരമായ കുറ്റമാണ്. അത് മാത്രമല്ല, ഭരണത്തിന്റെ തണലിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെയുള്ള അനധികൃത ഇടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പിടിക്കപ്പെടണം. ആ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സെറ്റിൽമെന്റിന് പോകരുതേ എന്ന്. ഞാനൊരു മറുചോദ്യം മഞ്ജുഷയോട് ചോദിക്കട്ടെ. ഇപ്പൊ നോക്കൂ, ഗിരീഷ് ബാബു എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു പബ്ലിക് താല്പര്യമുള്ള ഒരാൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. ആ കേസ് കേരളത്തിലെ കോടതി തള്ളുന്നു. ഇത് പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വസ്തുതയാണ് മഞ്ജുഷേ. ഇന്ന് ബഹളമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ, പ്രതിപക്ഷത്തിരിക്കുന്ന BJP കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസുകാർ ഇതിനെതിരായിട്ടുള്ള ഇതിൽ കക്ഷി ചേരാനോ ഇതിന് അപ്പീൽ ചെയ്യാനോ പോയോ? അവസാനം എന്താ ഉണ്ടായത്? ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ വെക്കുന്നു. മഞ്ജുഷ, കൃത്യമായി നിങ്ങൾ കേൾക്കണം. അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തൽ എന്താണ്? ഇതിനകത്ത് വസ്തുതകളുണ്ട്. അപ്പോഴും അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് കോടതി സാക്ഷ്യപ്പെടുത്തി. പ്രഥമദൃഷ്ട്യാ കുറ്റകരമാണ്, സാക്ഷികളുണ്ട്, പക്ഷെ കോടതി ശിക്ഷിച്ചിട്ടില്ല. കോടതി അടുത്ത നടപടിയിലേക്ക് എന്താണ് കടന്നിരിക്കുന്നത്? ഒരുപക്ഷെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാകാം. ഡിസംബർ മാസം 8-ാം തീയതി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് കോടതി എന്താ ചെയ്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് അയച്ചിരിക്കുന്നു. വീണ വിജയനും OCക്കും KKക്കും ഇതുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ കേൾക്കണം. ഇതല്ലേ കോടതിയുടെ നിലപാട്? ഇവിടെ ആരെങ്കിലും ബഹളം ഉണ്ടാക്കുന്ന കോടതി കണ്ടെത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് ശിക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിന് ചില നടപടിക്രമങ്ങൾ ക്രിമിനൽ കോഡ് ഓഫ് കോണ്ടക്ട് ഒരു വാക്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അല്ല, അത് ശരിയാണ്. ശിക്ഷിക്കാനൊക്കെ ഒരുപാട് സമയം വേണം. അത് മാത്രമല്ല, ഇങ്ങനെ പറയാം, റിപ്പോർട്ടിൽ പറയാം ഇത് പിഴയും തടവും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് എന്നൊക്കെ. പക്ഷെ അതിലേക്ക് കണ്ടെത്തലുകൾ നടത്തുവാനായിട്ട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഈ അപേക്ഷ വീണ്ടും ഇതുകൊണ്ടാണ്, ഇത് ഒത്തുതീർപ്പിൽ അവസാനിക്കരുതേ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് കൂടിയാണ്. ശ്രീ